അള്ളാഹു ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും ദുരിതവും എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ അള്ളാഹു അതാ ദുഃഖങ്ങൾ കൊടുക്കുമ്പോ, അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, അള്ളാഹു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ പടച്ചുറപ്പ് തീരുമാനിച്ച കാര്യമാ. ഇതിൽ ക്ഷമിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്, അത് ഈമാനിന്റെ അടയാളമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ദുഃഖങ്ങൾ തരും, കടങ്ങൾ തരും, രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അല്ലാഹുവേ പടച്ചവനെ, വർഷങ്ങളായി കഷ്ടപ്പെടുന്ന സ്വന്തമായിട്ടൊരു വീടില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്ന് തരിപ്പണമാവുകയാ. ലക്ഷങ്ങളുടെ കടമുണ്ട്, പടച്ചവനെ കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, വർഷങ്ങളായി മക്കളില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി അതാ പേമാരി പോലെ പടച്ചുറപ്പിന്റെ പരീക്ഷണം കടന്നു വരുമ്പോ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് കരുതിയിട്ട് ക്ഷമിക്കുന്ന മനുഷ്യ, നീ നാളെ പരലോകത്തിലെ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ താങ്ങാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല, ക്ഷമിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാട്, ഉസ്താദേ ഞാൻ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാ, എല്ലാ ദിവസവും സുബഹി പോലും മുടക്കാതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, സ്വലാത്ത് പറയുന്നവനാണ്, മജ്ലിസിൻ നൂറിൽ പങ്കെടുക്കുന്നവനാണ്, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനാണ്, പ്രവാചകന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാണ്. എന്നിട്ടും അല്ലാഹു എനിക്കിങ്ങനെ വരുത്തിയല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യ, ഒരിക്കലും നീ അങ്ങനെ പരാതി പറയില്ലേ, ഒരിക്കലും നീ അള്ളാനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ചിലര് പറയും അല്ലാഹുവിന് എന്നെ വല്ലാത്ത ദേഷ്യമാണ്, അല്ലാഹുവിന് എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ്, അള്ളാഹ് വെറുപ്പുള്ളത് കൊണ്ടാണ് അല്ലാഹു എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യ, അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ എങ്ങനെ പറയില്ലേ. അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് ക്യാൻസർ തന്നത്, നിന്നെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ എത്തിച്ചത് വെറുപ്പ് കൊണ്ടല്ല. നിനക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര തരാത്തത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമോ കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാണ് പടച്ച റബ്ബ് നിനക്ക് ഈ പരീക്ഷണം തരുന്നതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് കള്ളുകുടിയനല്ലോ, വിചരിച്ച് നടന്നവനല്ലോ, പലിശ തിന്നുന്നവനായിരുന്നില്ലോ, നിസ്കരിക്കാത്തവനായിരുന്നില്ലോ, അള്ളാനെ മറന്നു നടക്കുന്നവർക്കായിരുന്നില്ലോ, അല്ലാഹുവേ കാഫിരീങ്ങൾക്കായിരുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് 1,24,000 പരം വരുന്ന ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാർക്കായിരുന്നു അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. പടച്ചവനെ,
ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പ്രവാചകനെ ഇങ്ങനെ വേദനിപ്പിച്ചതെന്ന് പറയാൻ കഴിയുമോ? തന്റെ പെറ്റ ഉമ്മ പടച്ചവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. തന്റെ ഉപ്പാനയൊന്ന് കാണാ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, കണ്ടു കൊതിയിരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. താങ്ങും തണലുമായി നിന്ന ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടു പിരിയുകയാ. പടച്ചവനെ, എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാട്. അല്ലാഹു കൊടുത്ത എത്രയോ മക്കളുടെ ജനാസ ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച വാപ്പയാ. ജീവിതത്തിൽ ഒരുപാട് പട്ടിണി കിടന്ന പ്രവാചകരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമോ കൂടിയത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് സഹാബ. ചില അടിമകൾക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ നിസ്കാരമില്ല, നോമ്പുകളില്ല, സദഖകളില്ല, ഖുർആനില്ല, സൽക്കർമ്മങ്ങളില്ല. സ്വർഗത്തിൽ പോകാൻ തന്റെ കയ്യിൽ ഒരുപാട് അമലുകളൊന്നുമില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാണ്. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി പടച്ചുറപ്പ് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് അല്ലാഹു ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കുകയാണ്, ഈ ദുനിയാവിലിട്ട് വേദനിപ്പിക്കുകയാണ്. പടച്ചവരെ, ആ വേദന ശമിച്ചതിന്റെ പകരം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? അല്ലാഹു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് ഞാൻ കൊടുക്കുന്ന പരീക്ഷണം എന്താണെന്ന് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. അല്ലാഹു ഭയം കൊടുക്കുകയാണ്. പടച്ചവനെ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുക്കുകയാ. പേടിച്ച് പേടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. എല്ലാവരെയും പേടിച്ച് പേടിച്ചു ഭയത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്ന വൽ ജൂഇ, അല്ലാഹു പട്ടിണി കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. അവന്റെ സമ്പത്തുകൾ മുഴുവനും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാണ്. അവൻ അല്ലാഹു രോഗങ്ങൾ കൊടുക്കുകയാണ്. സ്വന്തം മക്കളുടെ മയ്യത്ത് അവന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, മനുഷ്യ മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവനല്ലേ, 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ മദ്രസയിലെ ഞാനും നിങ്ങളും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈമാൻ കാര്യമാറണമാ. ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമെന്ത്? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നോ, ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നോ എന്ന് വിശ്വസിച്ചാല് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, രോഗം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ട, കടം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ട, കച്ചവടം നഷ്ടത്തിലായതിന്റെ പേരില്, മക്കളെ കിട്ടാത്തതിന്റെ പേരില്,
ഉസ്താദേ ഇതിനൊന്നും ഒരറുതിയില്ലേ? എത്ര കാലമായി ഉസ്താദേ കണ്ണുനീര് കുടിക്കുന്നു. പരാതി പറയില്ലേ, പരാതി പറയില്ലേ. അല്ലാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. ക്ഷമിക്കാനാ നമ്മളിൽ പലർക്കും മനസ്സില്ലാത്തത്. പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എല്ലാവരോടും പരാതിയാണ്. ഇങ്ങനെ വന്നല്ലോ, ഞാൻ നല്ലവനായിരുന്നല്ലോ, എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യ. അല്ലാഹുവിന്റെ പ്രവാചകൻ എത്രയോ പേരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാ, നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിനക്കങ്ങ് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, ഒരിക്കലും നിനക്ക് സ്വർഗം വെറുതെ കിട്ടില്ല. ഫലമ്മായതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും ഇതെല്ലാം നീയും അനുഭവിക്കാതെ എന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണം നൽകിയാലും ക്ഷമിക്കണേ. ക്ഷമിക്കുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ, രോഗം വരുമ്പോ പറയൂ, ഉസ്താദേ 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നു, എന്നിട്ട് എനിക്കിത് വന്നല്ലോ. ഇത്ര കൊല്ലമായി ഉസ്താദേ ഞാൻ കരഞ്ഞ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, എനിക്കൊരു വീടില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ, എന്റെ കടം മാറുന്നില്ലല്ലോ. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കതില്ലാതെ പോയി. നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ല. എല്ലാവർക്കും വെപ്രാളമായി ഏത് കാര്യം എടുത്തു നോക്കിയാലും ഒന്നിനും ക്ഷമിക്കാൻ വയ്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന സമയത്ത് അള്ള എഴുതി വെച്ചതല്ലേ, മലക്ക് വന്ന് എഴുതി വെച്ചതല്ലേ ഇതെല്ലാം. ഇതൊക്കെ അനുഭവിക്കാതെ പോകാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ തലവേദന വന്നാ പോലും 4 പേരോട് നമ്മൾ പറയും, തലവേദനയാ തലവേദനയാ എന്ന് 4 പേരോട് നമ്മൾ പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്ക്, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ക്യാൻസർ എന്ന് പറഞ്ഞാ വല്ലാത്ത പേടിയാ. എല്ലാവരും ദുആ ചെയ്യുന്നത്, പടച്ചവനെ എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ. ഞാനും നിങ്ങളും എപ്പോ ദുആ ചെയ്താലും ദുആ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്കിൽ, അല്ലാഹുവേ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ക്യാൻസർ പിടിച്ച മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ, ക്യാൻസർ പിടിച്ച മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ, അത് വരാത്ത മനുഷ്യൻ പറയുവത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതിന്റെ കാരണം എന്താ? 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, വയറിന്റെ ഉള്ളിൽ രോഗമുണ്ടായിട്ട് മരണപ്പെടുന്നത് അത് ഷഹീദിന്റെ കൂലിയുള്ള മരണമാണെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ പരാതി പറയുന്ന മുസ്ലിമേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? അതാ സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലേഗ് രോഗം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാ. പ്ലേഗ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, അതാ സിറിയ എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. ജനങ്ങളെല്ലാവരും വല്ലാത്ത ഭയത്തിലാ, ജനങ്ങളെല്ലാവരും വല്ലാത്ത ഭയത്തിലാ, എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ?
നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പ്ലേഗെന്ന് പറയുന്ന രോഗം എങ്ങനെ പടരുന്നത് കാരണം നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എനിക്കൊരു ഭയവുമില്ല. എനിക്ക് ഏറ്റവും വലിയ ഭയം രണ്ട് കാര്യത്തിലാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ നാട്ടുകാരോട് പറയുകയാണ്, എനിക്ക് പ്ലേഗ് എന്ന് പറയുന്ന രോഗത്തിലല്ല ഭയമുള്ളത്, എനിക്ക് ഭയമുള്ളത് രണ്ട് കാര്യത്തിലാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഒരു മുഅ്മിനായിട്ടാണോ മരിക്കുന്നത് അതോ മുനാഫിക്കായിട്ടാണോ മരിക്കുന്നത്? അല്ലാഹുവേ, എനിക്കതിലൊരു ഉറപ്പില്ലല്ലോ അല്ലാ. എനിക്കതാണ് ഏറ്റവും വലിയ ഭയമെന്ന് പറയുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ജനതയോട് അവിടുന്ന് പ്രഭാഷണം നടത്തുകയാ. അവിടുന്ന് പ്രഭാഷണം നടത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാ, പ്ലേഗെന്ന് പറയുന്ന രോഗം വരുന്നതും ആ രോഗം കാരണം മരണപ്പെടുന്നതും അത് നിന്റെ അനുഗ്രഹമാണല്ലോ. എനിക്കും എന്റെ കുടുംബത്തിനും തരണേ അല്ലാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. പടച്ചവനെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ രണ്ട് മക്കളുണ്ട്. മുആദ് തങ്ങൾക്ക് യോദ്ധാവായ രണ്ട് ചെറുപ്പക്കാരായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന രണ്ട് ചെറുപ്പക്കാരായ മക്കളുണ്ട്. രണ്ടുപേരും പ്ലേഗ് രോഗം പിടിച്ചിട്ട്, രണ്ട് മക്കൾക്കും പ്ലേഗ് എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളുടെ ചാരത്തേക്ക് ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മക്കളെ, നിങ്ങളുടെ അവസ്ഥ എങ്ങനോ എന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ മക്കളോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരായ രണ്ട് മക്കളും ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനൂ, അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനൂ മിനൽ മുൻദരീൻ. അവിടുന്ന് അതാ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മുആദ് തങ്ങൾ പറയുന്ന, മക്കളെ, ക്ഷമിക്കൂ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് പറയുമ്പോ അവസാനം യോദ്ധാക്കളായ ചെറുപ്പക്കാരായ രണ്ട് മക്കളും അവിടുന്ന് പ്ലേഗ് രോഗം പിടിപെട്ടിട്ടങ്ങ് മരണപ്പെടുകയാ. മുആദ് തങ്ങൾ കരഞ്ഞില്ല. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണല്ലോ. പടച്ചവനെ, രണ്ട് മക്കളും മരണപ്പെട്ടു. മുആദ് തങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യമാരോട് നീതി പുലർത്തുന്ന ഭർത്താവായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേർക്കും പടച്ചവനെ ഓരോ ദിവസം ഒരു ഭാര്യയുടെ കൂടെ, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ. പടച്ചവനെ, ഒരു ഭാര്യയുടെ കൂടെ താമസിക്കുമ്പോ ഒന്നുപെടുക്കാൻ പോലും രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് തങ്ങൾ കടന്നു വരില്ല. അതുപോലെ നീതി കാണിക്കുന്ന മനുഷ്യനായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അവസാനം രണ്ട് ഭാര്യമാർക്കും പ്ലേഗ് രോഗം പിടിപെടുകയാ. അല്ലാഹുവേ, രണ്ടുപേരോടും പറഞ്ഞു ക്ഷമിക്കാറ്. അവസാനം ഭാര്യമാര് രണ്ടുപേരും രോഗം പിടിപെട്ടിട്ട് മരണപ്പെടുമ്പോ തങ്ങൾ പറഞ്ഞു, രണ്ടുപേരെയും ഒരേ കബറിന്റെ അകത്ത് തന്നെ കബറടക്കണം. രണ്ട് ഭാര്യമാരെയും പടച്ചവനെ ഒരു കബറിന്റെ അകത്ത് തന്നെ കബറടക്കുകയാണ്. അവസാനം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രോഗമങ്ങ് പിടിപെടുകയാ. അവിടുന്ന് പ്ലേഗ് എന്ന് പറയുന്ന രോഗമങ്ങ് പിടിപെടുകയാണ്. പടച്ചവനെ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാ. കാരണം ഉണ്ടായിരുന്ന രണ്ട് മക്കളും പോയി, രണ്ട് ഭാര്യമാരും പോയി. അവസാനം അവിടുന്ന് രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുമ്പോ ആരോ വന്നിട്ട് അവിടുന്ന് പരാതി ചോദിക്കുകയാ. ആരോ ചോദിച്ചു, എന്തിനാ കിടന്ന് ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു ഇതിന് പകരം എനിക്ക് സ്വർഗ്ഗം തരുമല്ലോ. എനിക്ക് ഷഹീദിന്റെ കൂലിയാണല്ലോ.
ഞാൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഭാഗ്യവാനാണല്ലോ. അവിടുന്ന് പടച്ചവനെ രോഗം പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുന്ന സമയത്തും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ടതാ പറയുകയാ, പടച്ചവനെ സന്തോഷത്തോടെ കിടന്ന് പറയുകയാ, എന്നെ സ്വീകരിക്കാൻ വിരുന്നുകാര് കിടന്നു വരുന്നുണ്ട്, എന്നെ സ്വീകരിക്കാൻ വിരുന്നുകാര് കടന്നു വരുന്നുണ്ട് എന്നതാ തന്റെ കുടുംബക്കാരോട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും നിന്റെ പാപം അല്ലാഹു അതിന് പകരം പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ ക്ഷമിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. മഹാനായ പ്രവാചകനതാ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പടച്ചവനെ അല്ലാഹ് ലോകത്തിന് മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു അയ്യൂബ് നബിക്ക് കൊടുത്തത്. മാരകമായ രോഗമാണല്ലോ. പടച്ചവനെ തന്റെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്, അത് പൊട്ടികെട്ട് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എല്ലാവരും അതാ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അയ്യൂബ് നബി അലൈഹിസ്സലാം മാരക രോഗവുമായിട്ട് നടക്കുകയാ. മാംസങ്ങൾ പോലും ഇങ്ങനെ ഇളകി താഴെ വീഴുന്നുണ്ട്, എല്ലുകൾ വെളിയിൽ കാണുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ, തന്റെ ഭർത്താവ് ഇങ്ങനെ നടക്കാൻ കഴിയാതെ എല്ലും തോലുമായിട്ടിരിക്കുകയാ. അതാ ഹന്നത്ത് ബീബി കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ, നിങ്ങൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ? റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അയ്യൂബ് നബിയുടെ മുന്നിൽ പോയിട്ട് സങ്കടം കാരണം പറയുമ്പോ അവിടുന്ന് പറയുന്ന, പെണ്ണേ, എന്നെ നോക്കി മടുത്തെങ്കിലൂ നിനക്ക് നിന്റെ വഴി നോക്കാ. അല്ലാഹുവോട് പരാതി പറയാൻ ഈ അയ്യൂബിനെ കിട്ടൂല, അല്ലാഹുവോട് പരാതി പറയാൻ ഈ അയ്യൂബിനെ കിട്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാണ്. പക്ഷേ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നുകൊണ്ട് നടന്നത് എത്ര കൊല്ലമെന്നറിയുമോ? രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങള്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടന്നത് എത്ര കൊല്ലമെന്നറിയുമോ? 18 വർഷമായിരുന്നു ഉമ്മ. ശരീരം മുഴുവനും രോഗം പിടിച്ചു പൊട്ടിയ, ദുർഗന്ധമടിക്കുന്ന, ഒന്ന് നടക്കാൻ കഴിയാത്ത തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും ചുമന്നുകൊണ്ട് 18 കൊല്ലം നടക്കുകയാ. ഈ ഭാര്യയാണ് പ്രവാചകനോട് പറഞ്ഞതെന്ന് ദുആ ചെയ് നബിയേ. അയ്യൂബ് നബി പറഞ്ഞു, ഞാൻ അല്ലാഹുവോട് പരാതി പറയൂല, അല്ലാഹു ഒരു പരീക്ഷണം എനിക്ക് തന്നു, ആ പരീക്ഷണത്തിൽ ഞാൻ അല്ലാഹുവോട് പരാതി പറയില്ല എന്നവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നിനക്ക് അങ്ങനെ ഒരവസ്ഥ തന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചുറപ്പിന്റെ പരലോകത്ത് അതാ ഭയാനകമായ ദിവസത്തിൽ രക്ഷപ്പെടുന്ന ഒന്നാമത്തെ ഭാഗ്യവാൻ ആരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്ന മനസ്സുണ്ടല്ലോ, ക്ഷമിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, രണ്ടാമത്തെ വിഭാഗമാരാ? ثم يعود فينادي المنادي أي الذين كانت تتجافى جنوبهم عن المضاجع ويدخلون الجنة بغير حساب.
വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനാരാ? ഈ നാട്ടുകാർ മുഴുവനും പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ ഭാര്യയുടെ കൂടെ, തന്റെ മക്കളുടെ കൂടെ, തന്റെ ഭർത്താവിന്റെ കൂടെ, തന്റെ മാതാപിതാക്കളുടെ കൂടെ എല്ലാവരും വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് പുതപ്പിന്റെ അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യ വയദ്ഖുലൂനൽ ജന്ന. നീയാണ് പടച്ചുറപ്പിന്റെ പരലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനെന്ന ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ ആരാ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ടും സാധിക്കുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കഴിയോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കടന്നിറങ്ങുന്ന സമയത്ത് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോ 4 പേര് കാണുമല്ലോ. നീ അതാ നിസ്കാര തടമ്പുള്ളവനാണ്, നീ 5 നേരം നിസ്കരിക്കുന്നവനാണ്. ജനങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതെങ്കിലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ലോ, മക്കൾ അറിയണമെന്നില്ലോ. പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ട്. റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. 2 വിഭാഗത്തിന്റെ തലയുണ്ടല്ലോ. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വലിയ വസല്ലമ തങ്ങളെ പറയുമ്പോ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും തലതാത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന 2 വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗമാരെന്നറിയുവോ? ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാരുണ്ടല്ലോ. നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല, വലിയ സ്ഥാനം നൽകണമെന്നില്ല. പക്ഷേ അല്ലാഹു നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന 2ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സുന്ദരിയായ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ എഴുന്നേറ്റ് പുതുപെടുത്തിട്ട് പടച്ചുറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരയുന്ന വാപ്പാ, നീയാ വാപ്പാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, 2ാമത്തെ വിഭാഗമാരാ? 2ാമത്തെ വിഭാഗം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ. 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ?